ഇവിടെ വരുന്ന അന്തേവാസികൾക്ക് ഒരു ശിക്ഷ കഴിഞ്ഞ ശേഷം അവിടെ സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ശരി തൊഴിൽ വേണം. കാരണം അവർക്ക് സൊസൈറ്റിയിലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ശരി തൊഴിൽ, ഈ തൊഴിലിലെ ശരിക്ക് ഒരു പരിശീലനം, ഒരു ട്രെയിനിങ് പോലെയാണ് നമ്മുടെ ഗവൺമെൻറ്. നമ്മുടെ ഒരു ഈ ട്രെയിനിങ്ങിൽ അങ്ങനെ പോലെ സാധനങ്ങൾ നോക്കുന്നു. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് സ്വന്തമായി ഒരു എൻ്റർപ്രന്യൂർ പറയുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജോലി കിട്ടുമ്പോൾ അവർക്ക് വേറെ ആളിനെ കൂടെ ഒരു ജോലിക്കാരൻ പോലെ വേണ്ട, നമ്മുടെ സ്വന്തം സാധനങ്ങൾ ചെയ്യേണ്ട പോലെ കാര്യം. അതുവേണ്ടിയാണ് നമുക്ക് ഇത് സെലൂണും ബ്യൂട്ടി പാർലറും അങ്ങനെ പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത്. നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ് ജി നായർ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ മുമ്പിലാണ്. ഇവിടെ ഒരുപാട് സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കത് ഓരോന്നോരോന്നായി കണ്ടുവരാം. വാ, എന്നോടൊപ്പം വാ. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ പാർപ്പിക്കാനുള്ള കേവലം തടവറകൾ മാത്രമല്ല ജയിലുകൾ. കേരളത്തിലെ ജയിലുകളുടെ പേര് തന്നെ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് എന്നാണ്. അതായത് ഒരേ സമയം തടവറയുമാണ്, അതുപോലെ തന്നെ തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങളുമാണ്. ശിക്ഷിക്കപ്പെട്ട് ഇവിടെയെത്തുന്ന കുറ്റവാളികളെയൊക്കെ തന്നെ ശിക്ഷാ കാലയളവിൽ മനപരിവർത്തനത്തിന് വിധേയരാക്കി സ്ഫുടം ചെയ്ത് കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി അവർക്ക് ഭാവിയിൽ ജീവിക്കാനുള്ള ഒരു തൊഴിൽ അഭ്യസിപ്പിച്ച് സമൂഹത്തിലേക്ക് തന്നെ തിരികെ അയക്കുക എന്ന ബൃഹത്തായ നവീകരണ പ്രക്രിയയാണ് കേരളത്തിലെ ജയിലുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ വരുന്ന അന്തേവാസികൾക്ക് ഒരു ശിക്ഷ കഴിഞ്ഞ ശേഷം അവിടെ സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ശരി തൊഴിൽ വേണം. കാരണം അവർക്ക് സൊസൈറ്റിയിലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ശരി തൊഴിൽ, ഈ തൊഴിലിലെ ശരിക്ക് ഒരു പരിശീലനം, ഒരു ട്രെയിനിങ് പോലെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി. ആണെങ്കിൽ ഇത് ഈ അന്തേവാസികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് സൊസൈറ്റിയിൽ തിരിച്ചു പോകുമ്പോൾ ഇത് തൊഴിൽ കിട്ടണം, ഇത് സൊസൈറ്റിയിൽ ഇൻറ്റിഗ്രേഷൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ പോലെ കാര്യപദ്ധതിയിൽ ശീലനത്തിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് പോലെ ആശാരിപ്പണി, അതിലൊന്നും കൂടുതൽ ചെറിയ ടൂൾസിൽ മാത്രമേ ഒരു ചിലവുണ്ട്. പിന്നെ സെലൂൺ, അതിലെ ഒരു വലിയില്ല, നിങ്ങൾക്ക് ഒരു 10-20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ പറ്റും. ടൈലറിങ് യൂണിറ്റ്, ഒരു മെഷീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ പറ്റും. നമ്മുടെ ഒരു ഈ ട്രെയിനിങ്ങിൽ അങ്ങനെ പോലെ സാധനങ്ങൾ നോക്കുന്നു. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് സ്വന്തമായി ഒരു എൻ്റർപ്രന്യൂർ പറയുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജോലി കിട്ടുമ്പോൾ അവർക്ക് വേറെ ആളിനെ കൂടെ ഒരു ജോലിക്കാരൻ പോലെ വേണ്ട, നമ്മുടെ സ്വന്തം സാധനങ്ങൾ ചെയ്യേണ്ട പോലെ കാര്യം. അതുവേണ്ടിയാണ് നമുക്ക് ഇത് സെലൂണും ബ്യൂട്ടി പാർലറും അങ്ങനെ പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത്. ജയിലിലെ അന്തേവാസികളെ തൊഴിലെടുക്കാനും സമ്പാദിക്കാനും പ്രാപ്തരാക്കുന്നതിനൊപ്പം അവർക്ക് സമൂഹവുമായുള്ള ബന്ധം അറ്റുപോകാതെ കാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയിലുകൾ കേന്ദ്രീകരിച്ച് നിർമ്മാണ യൂണിറ്റുകളും സംരംഭങ്ങളും തുടങ്ങിയത്. ഫ്രീഡം എന്ന ബ്രാൻഡ് നെയിമിലാണ് ജയിലിലെ മുഴുവൻ സംരംഭങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. ജയിലിലെ അന്തേവാസികൾക്ക് വിദഗ്ധ പരിശീലനം നൽകിയ ശേഷമാണ് അവരെ ഓരോ വിഭാഗത്തിലും നിയോഗിച്ചിരിക്കുന്നത്. അവർക്ക് ഈ കറക്ഷണൽ സർവീസ് ഭാഗമായി നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയ ഗവൺമെൻറ് ഒരു എന്ത് പറയണം ശീലനത്തിൻ്റെ ഭാഗമാണ്. കാർപ്പൻട്രി, സോപ്പ് മേക്കിംഗ് യൂണിറ്റ്, വീവിംഗ് യൂണിറ്റ്, പിന്നെ ബ്ലാക്ക് സ്മിത്തി, യൂട്ടൻസിൽ ഉണ്ടാക്കണം, ചെറിയ ഫാർമിംഗ് ഉണ്ടാക്കണം. ഇത് കാരണം ഇവിടെ വരുന്ന അന്തേവാസികൾക്ക് ഒരു ശിക്ഷ കഴിഞ്ഞ ശേഷം അവിടെ സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ശരി തൊഴിൽ വേണം. കാരണം അവർക്ക് സൊസൈറ്റിയിലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ശരി തൊഴിൽ, ഈ തൊഴിലിലെ ശരിക്ക് ഒരു പരിശീലനം, ഒരു ട്രെയിനിങ് പോലെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി. അങ്ങനെ സാധനങ്ങൾ ജനങ്ങളിന് ചെറിയ കുറവ് റേറ്റിൽ കിട്ടും. ഈ രണ്ട് ഉദ്ദേശം കൂടെ നമ്മളിത് തുടങ്ങിയിട്ടാണ്. പക്ഷേ അത് ജനങ്ങളുടെ ഭാഗമായി ഭയങ്കര നല്ല അംഗീകാരം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ മൊത്തം കേരളയിലെ 10 സ്ഥലങ്ങളിൽ നമ്മുടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മുതൽ കണ്ണൂർ വരെ പ്രവർത്തിക്കുന്നു. അത് ഒരു ജനങ്ങളുടെ അടിയിൽ ഭയങ്കര ഒരു അക്സെപ്റ്റബിലിറ്റിയാണ്. ഒരു ജയിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഫ്രീഡം ബ്രാൻഡാണ്, അതിനനുസരിച്ച് കിട്ടുമ്പോൾ. പിന്നെ അതിനുശേഷം നമ്മുടെ പെട്രോൾ പമ്പ് തുടങ്ങി ഇതുപോലെ ഒരു നമ്മുടെ ട്രെയിനിങ് സംഘടിപ്പിച്ചിട്ടു. പിന്നെ എന്താ പരമ്പരാഗതമായി അങ്ങനെ ഒരു ആളിനെ നമ്മുടെ ട്രെയിനിങ് കിട്ടി, പിന്നെ പുള്ളി അടുത്ത ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വർഷം ശേഷം പുതിയൊരു റിഫ്രഷർ കോഴ്സും നമ്മൾ ഒരാഴ്ചക്ക് വേണ്ടി. നമ്മളിപ്പോൾ ഉള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഫ്രീഡം ലുക്സ് ബ്യൂട്ടി പാർലറിലാണ്.
ഇവിടെ നല്ല ഹെറിറ്റേജ് മാതൃകയിലുള്ള ഒരു സലൂണാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹെയർ കട്ടിങ്, ഷേവിങ് തുടങ്ങി പുരുഷന്മാരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പരിപാടികളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. കട്ടിങ്ങിന് 70 രൂപ, അതുപോലെ ഷേവിങ്ങിൻ്റെ ചാർജ് അത് എത്രയാണെന്ന് നോക്കാം. ഞാൻ എന്തായാലും എൻ്റെ താടി ഒന്ന് 50 രൂപയാണ് ഷേവിങ്ങിൻ്റെ ചാർജ്. ഞാൻ എന്തായാലും എൻ്റെ താടി ഒന്ന് ട്രിം ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് കണ്ടുവരാം. പൂജപ്പുര കരമന റോഡിൻ്റെ വലതുവശത്തായാണ് പുരുഷന്മാർക്ക് മാത്രമായുള്ള ഫ്രീഡം ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ സ്ഥിതി ചെയ്യുന്നത്. ജയിൽ വകുപ്പിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ഹെറിറ്റേജ് മോഡൽ വീടാണ് ഇന്ന് പുരുഷന്മാർക്കുള്ള എയർ കണ്ടീഷൻഡ് ബ്യൂട്ടി പാർലർ ആയി പ്രവർത്തിക്കുന്നത്. ഏത് മുന്തിയ ബ്യൂട്ടി പാർലറിലും ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കുമെന്ന് മാത്രമല്ല, മറ്റ് ബ്യൂട്ടി പാർലറുകളെ അപേക്ഷിച്ച് നിരക്കും കുറവാണ്. ഹെയർ കട്ടിങ്ങിന് 70 രൂപയും ഷേവ് ചെയ്യാൻ 50 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്. കട്ടിങ്ങും ഷേവിങ്ങും മാത്രമല്ല, ഗോൾഡൻ ഫേഷ്യലും പപ്പായ ഫേഷ്യലും ഓയിൽ മസാജും ഉൾപ്പെടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന എല്ലാ പരിചരണങ്ങളും ഫ്രീഡം ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലറിൽ ഉണ്ട്. രണ്ടായിരത്തി 20-ലാണ് സലൂൺ ആരംഭിച്ചത്. ഇപ്പോൾ 4ാമത്തെ വർഷം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെയർ ഡ്രസ്സിങ്ങും താടി ഡ്രസ്സിങ്ങിനുമാണ്. പിന്നെ നമുക്ക് എല്ലാ സേവനങ്ങളും ഉണ്ട്. ക്ലീനപ്പ്, ഫേഷ്യൽ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഹെയർ ഡൈയിങ്, ഹെയർ കളറിങ്, ഹെഡ് മസാജ്, ഫേസ് സ്ക്രബ്, കൂടുതലും വരുന്നത് ഹെയർ ഡ്രസ്സിങ്ങിനും താടി ഡ്രസ്സിങ്ങിനുമാണ്. പിന്നെ ഫേഷ്യൽ പോലുള്ള സംവിധാനങ്ങൾക്ക് വരുന്നുണ്ട് ആൾക്കാർ. പുറത്തുള്ള സേവനങ്ങളെക്കാളും നമുക്ക് റേറ്റ് കുറവാണെന്ന് മാത്രമല്ല, ബെറ്റർ സർവീസാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ എല്ലാ ദിവസവും നമുക്കിവിടെ പ്രവർത്തനമുണ്ട്. നല്ല റിസൾട്ടാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നവരെല്ലാം ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. താടി ഡ്രസ്സിങ്, ഹെയർ ഡ്രസ്സിങ് ഇവ മാത്രമല്ല ഉള്ളത്, ഷേവിങ്ങും മാത്രമല്ല ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഹെയർ ഡ്രസ്സിങ്ങിൻ്റെയും ഷേവിങ്ങിൻ്റെയും കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇവിടെ ഒരു മുന്തിയ സലൂണിൽ കിട്ടുന്ന എല്ലാ സേവനങ്ങളും മിതമായ നിരക്കിൽ പരിശീലനം ലഭിച്ചവരുടെ സേവനം തന്നെ ഇവിടെ കിട്ടും. ഒരേ സമയം 3 പേർക്ക് സേവനം പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ ആംബിയൻസ് ആണെങ്കിലും വളരെ നല്ല ആംബിയൻസ് ആണ്. എയർ കണ്ടീഷൻ ചെയ്ത ഒരു സലൂണാണുള്ളത്. നമ്മളുള്ളത് പൂജപ്പുര ജഗതി റോഡിൻ്റെ ഇടതുവശത്തുള്ള കഫറ്റീരിയയിലാണ്. ഇതും ജയിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇവിടെ അകത്ത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ആവശ്യത്തിന് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. മാത്രമല്ല, നമുക്ക് ഇതിനോട് അടുത്ത് തന്നെ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുന്ന് പൊതുജനങ്ങൾക്ക് ചപ്പാത്തി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയും. നമുക്കെന്തായാലും അകത്തേക്ക് കയറാം. 2016-ലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ നിയന്ത്രണത്തിൽ ഈ കഫറ്റീരിയ തുടങ്ങിയത്. ഇവിടെ ജോലി ചെയ്യുന്നതും ജയിലിലെ അന്തേവാസികൾ തന്നെയാണ്. നല്ല ഒന്നാന്തരം പാചകക്കാരാണ് ഇവർ. വിഭവങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ചെറുകടികൾ മിക്കവയും ഉണ്ടാക്കി ചില്ലലമാരിയിൽ അടുക്കി അധികം വൈകാതെ തന്നെ തീരാറാണ് പതിവ്. മിതമായ വിലയ്ക്ക് രുചികരമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലമെന്ന ഖ്യാതി ഇതിനോടകം തന്നെ ഫ്രീഡം കഫറ്റീരിയയ്ക്ക് തിരുവനന്തപുരത്തുകാർക്കിടയിലുണ്ട്. 24 പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഒപ്പം ടേക്ക് അവേ സൗകര്യവും. ഇതിനായി കഫറ്റീരിയയുടെ അടുത്ത് തന്നെ ടേക്ക് അവേ കൗണ്ടറും പ്രവർത്തിക്കുന്നു. ചെറുകടികൾ മാത്രമല്ല, ഫൂഡിയായ ആളുകൾക്ക് വേണ്ടി ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ, മുട്ടക്കറി, വെജിറ്റബിൾ കറി, ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, മുട്ട ബിരിയാണി, ഇഡലി, ഇടിയപ്പം, പൊറോട്ട, കിണ്ണത്തപ്പം, ബൺ, കോക്കനട്ട് ബൺ, കപ്പ് കേക്ക്, ബ്രെഡ്, പ്ലം കേക്ക്, ചില്ലി ഗോബി, ഊണ്, ബിരിയാണി റൈസ് തുടങ്ങി ഒരു ഡസനോളം ഐറ്റങ്ങൾ വേറെയുമുണ്ട്. ഇവിടെ തന്നെ ഒരു ഫ്രഷ് ജ്യൂസ് പാർലറും പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ന്യായമായ വിലയ്ക്ക് മെച്ചപ്പെട്ട ഒരു ആഹാരം കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ആഹാരമാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ആഹാരം കഴിച്ചിട്ട് തന്നെ പുറത്തുനിന്ന് ആരും അങ്ങനെ വില കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ മെയിനായിട്ടുള്ളത് ചിക്കൻ ബിരിയാണി 70 രൂപയാണ്. അതുപോലെ ചിക്കൻ ചാപ്സ് ഉണ്ട്, ചിക്കൻ പെരട്ട്, ചിക്കൻ തോരൻ, വെജിറ്റബിൾ കറികളുണ്ട്. ഇതിൽ കാണുന്ന എല്ലാ ഐറ്റങ്ങളുണ്ട്. ബീഫ് ബിരിയാണിയുണ്ട്, ഗോതമ്പ് പൊറോട്ട, മൈദ പൊറോട്ട,
അങ്ങനെ ഒരു 18ഓളം ഐറ്റം സാധനം ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മൾ 6 മണി തൊട്ട് തുടങ്ങും. 6 മണി തുടങ്ങിക്കഴിഞ്ഞാൽ 10 മണി വരെയാണ് ഉള്ളത്. രാവിലെ 6 മണി തൊട്ട് ഇഡ്ഡലിയും 5 ഇഡ്ഡലിയും സാമ്പാറും 30 രൂപയാണ് റേറ്റ്. അത് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇടിയപ്പം പറഞ്ഞാൽ വരദാ ജയിലിൽ നിന്നാണ്. ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയും 30 രൂപയാണ്. അത് കഴിയുമ്പോൾ പുട്ട്, അപ്പം, ഇടിയപ്പം, കടലക്കറി, മുട്ടക്കറി, അങ്ങനെ രാവിലത്തെ കാപ്പി ഐറ്റങ്ങൾ. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ 11-11:30 ബിരിയാണി തുടങ്ങും. ബിരിയാണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 മണി വരെ ബിരിയാണി കാണും. ഇതിനോട് ചേർന്ന് തന്നെ വനിതാ തടവുകാർ തുന്നിയ ഡ്രസ് മെറ്റീരിയൽ വിൽക്കുന്ന ഒരു ബൂത്തിക്കും പ്രവർത്തിക്കുന്നുണ്ട്. കഫറ്റീരിയയുടെ ഭാഗമായി ഒരു ടേക്ക് അവേ കൗണ്ടറും പ്രവർത്തിക്കുന്നുണ്ട്. 2022 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഒരു കോഫി മഗ്ഗിൻ്റെ ആകൃതിയിലാണ് ഈ ടേക്ക് അവേ കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. 2022 ഡിസംബർ 15-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട DGP സാറ്, ഉപാധ്യായ സാറ് തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സെൻട്രൽ ജയിലിൻ്റെ കഫ്റ്റീരിയയുടെയും ഫുഡ് മേക്കിംഗ് യൂണിറ്റിൻ്റെയും ഒരു പ്രധാന ഔട്ട്ലെറ്റ് എന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെയും ബ്യൂട്ടി പാർലറിൻ്റെയും മധ്യത്തിലായിട്ടാണിത്. കൂടുതലായിട്ടും സാധാരണ ജനങ്ങളിലേക്ക് വളരെ കുറഞ്ഞ വിലയിൽ ജയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ബിരിയാണി വന്നിട്ട് 70 രൂപയേ ഉള്ളൂ, കുപ്പി വെള്ളം 10 രൂപ. കൂടുതലായിട്ടും പോകുന്ന നമ്മുടെ ചപ്പാത്തി, ചിക്കൻ കറി. രാവിലെ 7 മണിക്ക് നമ്മുടെ കഫ്റ്റീരിയ ഓപ്പൺ ആവും. അത് ഏകദേശം രാത്രി 8 മണിയോടെ ക്ലോസ് ചെയ്യും. പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ഭാഗമായ 2 സംരംഭങ്ങൾ, സലൂണും കഫറ്റീരിയയും. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ജയിലിലെ സംരംഭങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ജയിലിനകത്തും പുറത്തുമുള്ള കൂടുതൽ സംരംഭങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.